റൗണ്ടിലേക്ക് പോണേ. എന്തുവാ? ബി ബി ജിയാ ജി ബി 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 കൊണ്ട് ജി. ഇതെങ്കിലും മര്യാദ എഴുതി. നോ ഗൈസ്, ഡോണ്ട് അണ്ടർസ്റ്റിമേറ്റ് മൈ ഹാൻഡ് റൈറ്റിംഗ്. ഓക്കെ എനിക്ക് ഉപ്പിട്ടിയപ്പോ ഒരാൾ എന്തൊക്കെയാണ് ഗൈസ് പറഞ്ഞത്. ഇത് നോക്കൂ ഗൈസ്, ഇഞ്ചി 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 ശാലു. സന്തോഷായി ഗൈസ്. ഓ എനിക്ക് നല്ല ബൂസ്റ്റ് ഗൈസ്, ബൂസ്റ്റ്. ഇത്ര നേരം ഞാൻ അൺഹെൽത്തി ഫുഡ് കഴിച്ചപ്പോൾ എന്റെ സ്റ്റൊമക്ക് ദഹിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ഇഞ്ചി കഴിക്കാൻ വേണ്ടി പോണത്. ബൂസ്റ്റ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. ഇഞ്ചി ദ സീക്രട്ട് ഓഫ് മൈ എനർജി. ഡെയിലി ഇഞ്ചി തിന്നോട്ടിനി ഗൈസ്. മാസ് എക്സ്പ്രഷൻ ഫുള്ള് കഴിക്കണം. എനിക്ക് നേരത്തെ എങ്ങനെയാണെന്ന് ഒരു സ്പൂൺ നിറച്ച് പകുതിയെങ്കിലും കഴിക്കണം. പകുതിയെങ്കിലും ഇല്ല, ഞാൻ തിന്നിറക്കി പകുതി മാത്രം ഞാൻ തുപ്പിക്കളഞ്ഞോളൂ. ഇഞ്ചി ഇസ് ദ സീക്രട്ട് ഓഫ് യുവർ എനർജി എന്നല്ലേ പറഞ്ഞ. അപ്പൊ തിന്നോ എനർജി കൂടും. ഇഞ്ചി കടിച്ചു കുഞ്ചു. ഷാലൂടെ ഇഞ്ചി കഴിച്ച് ഇഞ്ചി കുഞ്ചായിട്ടിരിക്കുന്നുണ്ട്. എരിവാടോ പാടോ അതൊന്നും മനസ്സിലാവത്തില്ല. നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. അടുത്ത റൗണ്ടിൽ നല്ലത് കിട്ടുമായിരിക്കും. എന്നെ കളിയാക്കിയാലേ. സി സി കൊണ്ടെന്താണ്? എം എം അല്ല ഡബ്ല്യു ആണ്. ഡബ്ല്യു ഇല്ല, എം ആണ്. നോക്കി ഇങ്ങനെയാണ് നമ്മ വായിക്കണം. അപ്പൊ എം. ആ എനിക്ക് എമ്മും റിയാക്ക് സിയും. എനിക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള ക്യാബേജ് എനിക്കെന്താ സാരം മുറുക്ക് മുറുക്ക്. ഈ ക്യാബേജ് കാണാൻ നല്ല ഭംഗിയുണ്ട്. മുറുക്ക് മുറിക്കാൻ കത്രിക. എനിക്ക് മുറുക്കാണ് ഗൈസ് കിട്ടിയത്. റിയാക്ക് നല്ല ക്യാബേജ്. ഇതൊക്കെ എന്ത് ഗൈസ്? ക്യാബേജ് തിന്നാണ് പശുന്നല്ല. പശു ക്യാബേജ് ആണ് തിന്നണത് ഗൈസ്. ക്യാബേജ് കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷെ നല്ല വൈറ്റും വയലറ്റ് കളറൊക്കെ ആയിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാൻ ക്യാബേജ് ആയിക്കട്ടെ. ഞാൻ മുറുക്ക് തിന്നട്ടെ. ഇത് കഴിക്കണ്ട. എനിക്ക് ഉപ്പ് കിട്ടി. ഇപ്പൊ എനിക്ക് ക്യാബേജും കിട്ടി. നമുക്ക് ക്യാബേജ് ഒളുത്താ. ഇപ്പൊ പ്രിയയുടെ വയറ്റിൽ വെച്ച് നമുക്ക് ക്യാബേജ് ഒളുത്താം. ഞാനത് കഴിച്ചു. കുഴപ്പമില്ല ഗൈസ്, തിന്നാൻ പറ്റാത്ത ടേസ്റ്റ് ഒന്നുമില്ല. ഉപ്പിനെക്കാട്ടി ഫാർ ബെറ്റർ ആണ്. ശബ്ദം നോക്കോട്ടെ. അറിയാം എന്ത് സാധനമാണത്? മുറുക്ക്. കൊള്ളാവോ? കൊള്ളാം. ഞാൻ ഇത്രയും കഴിച്ചു ഗൈസ്. ക്യാബേജ് ഒരു കടിയും കൂടി കടിക്കണം. ഞാൻ ഇത്രയും കഴിച്ച് ഒരു കടിയും കൂടി കടിക്കറിയാ. ഞാൻ കഴിക്കാം. ഇത്രയും കഴിച്ചു. അപ്പൊ ഗൈസ് നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. എടുക്ക്. രണ്ടെണ്ണോ? എന്താ അറിയാ? വെട്ടിക്കുത്തിക്ക് എത്തിക്കണം. മര്യാദക്ക് എനിക്ക് നൂഡിൽസ് ഈറ്റിംഗ് ചാനലിൽ കുറെ കമന്റ്സ് ഒക്കെ വന്നിരുന്നു. പതുക്കെ കഴിക്കറിയാ, പതുക്കെ കഴിക്കുന്നു പറഞ്ഞിട്ടൊക്കെ. പിന്നെ എനിക്ക് നൂഡിൽസ് കിട്ടി. നൂഡിൽസ് ഞാനും തമ്മിലുള്ള ബന്ധം ഭയങ്കര ആത്മാർത്ഥ ബന്ധം. അതെ, കഴിഞ്ഞ മത്തിയായിട്ടൊക്കെ എല്ലാരെയും സമാധാനം. ക്യാബേജ് ഒന്നും കിട്ടില്ലല്ലോ. എന്താ ചോക്ലേറ്റ് തന്നെ വിട്ടു പോയില്ല. കിറ്റ്കാറ്റ്, 5 സ്റ്റാർ, ചോക്ലേറ്റ് ഡൊണറ്റ് എന്നാണാവോ? ഇങ്ങനെയാണെന്നെല്ലാം സ്വീറ്റ് ആണ്. ആസ് സ്വീറ്റ് ആസ് മീ. അതെ, അതുകൊണ്ടാണ് ഇഞ്ചി സ്വീറ്റ് കിട്ടിയ. അതെ, ഇഞ്ചി. എനിക്ക് ഉപ്പും കിട്ടി, ക്യാബേജും കിട്ടി. ശാലുവിന് ആകെ കിട്ടിയത് ഇഞ്ചിയാണ് ഗൈസ്. ഇഞ്ചി കൂടി പണി എങ്കോർണം കിട്ടിയോ? രണ്ട് പണി കിട്ടി. അപ്പൊ ഗൈസ് നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. അതെ, ഇനി എന്താ പണി കിട്ടാ പോണത്? എനിക്ക് പി ആണ് ഗൈസ് കിട്ടിയിട്ടുള്ളത്. പി. You. I am you. Oh my god. Oh my god, my favorite lace, guys. This is puff corn. It's unhealthy. Yeah, because that's why she's eating unniyappa. Unniyappa is so healthy. No way. It's all about oil and okay. So
നമുക്ക് ഉണ്ണിയപ്പം കഴിക്കാം. സോ ടേസ്റ്റി ഗൈസ്. അപ്പൊ ഗൈസ് നമുക്ക് അടുത്ത ലോട്ട് എടുക്കാം. കണ്ണടിച്ചില്ലേ? കണ്ണടിച്ചോ മര്യാദ? രണ്ടെണ്ണം കിട്ടിയ? ഇല്ല, ഒരെണ്ണം. എനിക്ക് ജെ ആണ് ഗൈസ് കിട്ടിയത്. ടി ആണ്. ടി. ജെ ഫോർ ജിലേബി. ഓ മൈ ഗോഡ്, ഇറ്റ്സ് സോ ടേസ്റ്റി. ഓ, നല്ല തലവേദന ഉണ്ടായിരുന്നു. ഒരു ചായ കിട്ടിയപ്പോൾ ആശ്വാസം. എനിക്ക് ഇത് ഫുൾ മധുരമൊക്കെയാണ് ഗൈസ്. ഹണി കിട്ടി, ജിലേബി കളാം. ചാലഞ്ച് ചെയ്യുമ്പോ ഞാൻ ചിലപ്പോ മട്ടിച്ച് കിടക്കുന്നുണ്ടാവും. ഞാൻ ചായ കുടിച്ചു പണി കിട്ടുമ്പോഴത്തെ പോലെ തന്നെ ചെയ്യണം കേട്ടോ. എന്റെ ചായ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ലാസ്റ്റ് ഫൈനൽ റൗണ്ട്. ആർക്ക് പണി കിട്ടും എന്നത് നിക്ക് പറ്റൂല. മിക്സ് കണ്ണടച്ച് ഞാൻ എന്റെ കയ്യിലുള്ള എടുത്തോണ്ട് പോലെ. ഡബ്ല്യു ഗൈസ്, എനിക്ക് എ ആണ് കിട്ടിയത്. വെള്ളോ വരുന്നത്. ശാലൊരു നല്ല സാധനമാണ് ഗൈസ്. മൈദപ്പൊടിയോ? എനിക്ക് അച്ചപ്പമാണ് കിട്ടിയത്. ശാലൊരു വീറ്റ് ഫ്ലോർ ആണ് കിട്ടിയത്. ഇത് നേരത്തെ ഈ ചായ കുടിച്ച പോലെ തന്നെ ശാലു ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതെന്താണ്? അത് വീറ്റ് ഫ്ലവർ. ഈ വീറ്റ് ഫ്ലവർ വെച്ച് ചപ്പാത്തി ഉണ്ടാക്കി തന്നാൽ ഞാൻ കഴിക്കും. ഇത് പച്ചക്ക് തിന്നണോന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റുക. ഞാൻ എടുത്തു തരാം. എനിക്ക് സ്പൂൺ മൊത്തം ഒന്നും എടുത്തന്നില്ല. എനിക്ക് ഇത്ര എടുത്തു. അയ്യോ, എന്നിട്ട് എന്റെ വായിലേക്ക് ഇട്ട്. എന്ത് തള്ളാണ് വീഡിയോയിലുണ്ടല്ല. ഒരു മിനിറ്റ്, സ്പൂൺ എടുക്ക്. ഇല്ല വേണ്ട, എനിക്ക് ഉപ്പ് ഇങ്ങനെ എടുത്തന്ന ഇനി ശാലത്ത് നിന്നായിരിക്കും. പച്ചപ്പൊടിയായിരിക്കും. ശാലിന് വെച്ച് നമുക്കിപ്പോ ചപ്പാത്തി ഉണ്ടാക്കാം. എന്റെ ചാലഞ്ച് നേരിടാനുള്ളതാണ്. ഈയൊക്കെ വേണം, നീ കൊണ്ട് എഗ്ഗൊക്കെ വേണം. ശാലുവിന് കിട്ടുമ്പോ നല്ല രസമായിരിക്കും. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റില്ലേ? ശാലു സംസാരിക്കുമ്പോ ഇങ്ങനെ അറക്കുന്നു ഗൈസ്. ഇത് നല്ല ക്രിസ്പിയാണ്. മുഖം നോക്കി ശാലു മുഖം കണ്ടോ? തക്കാളിയായി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നില്ലേ? എന്റെ താവും നാക്കും കൂടി ഒട്ടിപ്പോയി ഗൈസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ ഇഷ്ടമായ കട്ട സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.